ഹായ് ഫ്രണ്ട്സ്, പിങ്ക് ബ്ലൂംസിലേക്ക് സ്വാഗതം. ഇന്നൊരു ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതൊരു ഹെയർ കട്ടിംഗ് ആണ്, സിമ്പിൾ ഹെയർ കട്ടിംഗ് ആണ്. നമുക്ക് കുറേ മുടി അങ്ങനെ വെട്ടിപ്പോവാൻ ഇഷ്ടമില്ലാത്തവർക്ക്, എന്നാൽ കുറച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്യും വേണം എന്നുള്ള ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു ഹെയർ കട്ടാണ് അത്. അതിനെന്ന് പറയും കട്ടൻ ബാങ്ക് എന്ന് പറയും, കട്ടൻ ബാങ്ക്സ്. അപ്പോൾ അതിവിടെ ഫ്രണ്ടിൽ മാത്രം കുറച്ച് ഇങ്ങനെയും കയറ്റിയും കുറച്ച് വെട്ടാം, ഇറക്കിയും വെട്ടാം. പക്ഷെ ഞാനിപ്പോൾ എൻ്റെ മോൾക്ക് ലെങ്ത് ഉള്ള മുടിയാണ്, അധികം വെട്ടാൻ ഞങ്ങൾക്ക് ഇഷ്ടമില്ല. ഇപ്പൊ ഇത്ര കുറച്ച് ഇറക്കിയിട്ടാണ് വെട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു ഇത് അതിനുണ്ടാവും. അപ്പോൾ അതെങ്ങനെയാണ്, അപ്പോൾ നമുക്കത് ലെങ്ത് ഉള്ള മുടിയിലായിരിക്കും അത് അത്ര ഇതുണ്ടാവില്ല. പക്ഷെ ഇത്തിരി ലെങ്ത് കുറഞ്ഞ മുടിയിൽ നല്ല ഫിനിഷിംഗ് ആയിട്ട് നിൽക്കും. ഇതിപ്പോൾ ലെങ്ത് ഉള്ള മുടിയുള്ളവർക്കും ഇതിങ്ങനെ വെട്ടണം എന്നുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇതിൽ തന്നെ വെട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് വെട്ടാന്ന് കാണിക്കാം. അപ്പോൾ അത് ഈസി ആയിട്ട് ചെയ്യാം നമ്മുടെ വീട്ടിൽ. അതിന് ആവശ്യം കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട്. ഇതുപോലത്തെ ഒരു കോമ്പ് വേണം. ഇതുപോലത്തെ ഒരു കോമ്പ് നമുക്കത് പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ മറ്റത് കോമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു തരം ഒരു ചീർപ്പ് നമുക്ക് ആവശ്യമാണ്. പിന്നെ അതുപോലെ ഒരു സിസർ നമുക്ക് വേണം. പിന്നെ അതുപോലെ തന്നെ ഒരു സ്പ്രെയർ, പിന്നെ അതുപോലെ കുറച്ച് ക്ലിപ്പുകൾ അതിൻ്റെ സൈഡിൽ ഇതുപോലെ കുത്താനായിട്ട് കുറച്ച് ക്ലിപ്പുകൾ വേണം. ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളൂ. ഇതുകൊണ്ട് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെ വീഡിയോയിലേക്ക് പോകാം. കർട്ടൻ ബാങ്ക്സ് വെട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ അതിൻ്റെതായിട്ട് നമ്മൾ ആദ്യം തന്നെ മുടി നന്നായിട്ട് കോമ്പ് ചെയ്യണം. ആ ജടയൊക്കെ കളഞ്ഞ്, ഇപ്പോൾ ഇത് ലെങ്ത്തുള്ള മുടി ആയതുകൊണ്ടേ നമുക്ക് എപ്പോഴും ജട കുത്തും. ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ആ ഭാഗം അപ്പോൾ തന്നെ കട്ട കുത്തും. അങ്ങനത്തെ ഒരു മുടിയാണ് അവളുടെ. അപ്പോൾ കുറച്ചേ വെട്ടണുള്ളൂ, നന്നായിട്ട് വെട്ടണില്ല കേട്ടോ. അത് മുടി പോകുന്നൊരു പേടി, ഫ്രണ്ടിൽ വല്ലാണ്ട് ഇതായി കഴിഞ്ഞാൽ ബാക്കിലേക്ക് തിക്നെസ് കുറയും. അപ്പോൾ അതൊരു പേടിയുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ കുറച്ചേ വെട്ടുള്ളൂ, വല്ലാത്ത ഷേപ്പിൽ ഞാൻ വെട്ടില്ല. അപ്പോൾ ഉള്ളതുപോലെ വല്ല ഹൈലൈറ്റ് ചെയ്ത് കുറച്ച് നിൽക്കാൻ വേണ്ടി മാത്രം. അതിനുവേണ്ടി നടുക്കിൽ വേണ്ട മിഡിലാണ് ഞാനൊരു പാർട്ടീഷൻ എടുത്തത്. ആ ടെയിൽ കോമ്പ് വെച്ചിട്ട്, ആ ടെയിൽ കോമ്പ് ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ പാർട്ടീഷൻ എടുക്കാനൊക്കെ എളുപ്പമായിരിക്കും ഹെയർ കട്ടൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ കോമ്പ് ചെയ്ത് നല്ല അപ്പോഴും ജട കളയണം, അല്ലെങ്കിൽ മുടിയുടെ ലെങ്ത്ത് വ്യത്യാസം വരും. നല്ല പോലെ ജടയൊക്കെ കളഞ്ഞ് വൃത്തിയായിട്ട് ഈരണം. അപ്പോൾ ഇരി വെച്ച് ഇനിയാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യണത് ഇതിൻ്റെ ബേസ് കട്ടാണ് ചെയ്യാൻ പോണത് കേട്ടോ. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മറ്റേ കട്ടൻ ബാങ്ക് ശരിക്കും വെട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി നല്ല പോലെ വൃത്തിയായിട്ട് തന്നെ ഈരണം. നമ്മൾ പാർട്ടീഷൻ എടുക്കുകയാണ്, കണ്ടില്ലേ, ഞാൻ എടുക്കണത് കണ്ടില്ലേ, വല്ലാണ്ട് ഉള്ളിലേക്ക് പോയിട്ടല്ല ഞാൻ എടുക്കണേ, കുറച്ചേ എടുക്കണുള്ളൂ. അപ്പോൾ അതിൻ്റെ തിക്നെസ് എത്രത്തോളം കുറയും അതനുസരിച്ച് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നമുക്ക് എടുക്കാം. ഇതിപ്പോൾ ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. അതൊരു വി ഷേപ്പിലാണ് വരിക. അതിൻ്റെ ഗൈഡ് ലൈൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഐബ്രോസിൻ്റെ നമ്മുടെ വാലില്ലേ അവിടേക്ക് വരുന്ന രൂപത്തിലായിരിക്കണം. അപ്പോൾ ഇതൊരു വി ഷേപ്പിലാണ് അത് വരിക, കണ്ടില്ലേ, അതൊരു വി ഷേപ്പിലാണ് വരിക. ആ ഒരു രൂപത്തിൽ നമ്മൾ എടുക്കുക. അതുപോലെ ഈ പാർട്ടീഷൻ ചെയ്ത് അപ്പുറത്തുനിന്നും ഇതുപോലെ തന്നെ എടുക്കണം. എന്നിട്ട് അത് കോമ്പ് ചെയ്ത് മാറ്റി വയ്ക്കുക. മറ്റ് മുടി നമുക്ക് ബാക്കിൽ ക്ലിപ്പിട്ട് വയ്ക്കാം. നമുക്ക് അത് ബാക്കിലേക്ക് വയ്ക്കുക. അത് ഇതായിട്ടൊരു ബന്ധമില്ലല്ലോ. അപ്പോൾ അത് നമുക്കത് തെറ്റാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ബാക്കിലേക്ക് വയ്ക്കുക. എന്നിട്ട് അതേപോലെ തന്നെ ഈ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും അതേപോലെ തന്നെ വെട്ടല്ല, നമ്മളത് കോമ്പ് ചെയ്ത് അതേണ്ട വി ഷേപ്പിൽ തന്നെ കൊണ്ടുവരിക. തന്നെ കൊണ്ടുവന്ന് കണ്ടില്ലേ, ആ രണ്ടും കൂടി നമ്മൾ ഒരുമിച്ച് ജോയിൻ ചെയ്തിട്ട് നമ്മളത് ഫ്രണ്ടിലേക്ക് ഇടുക. അപ്പോൾ ബാക്കിലേക്കുള്ളത് നമ്മളത് മാറ്റി ഇടുക കേട്ടോ. അല്ലെങ്കിൽ ഇതിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഷേപ്പാകെ വ്യത്യാസം വരും. എന്നിട്ട് ഫ്രണ്ടിലേക്ക് തന്നെ നല്ലോണം കോമ്പ് ചെയ്യുക. എന്നിട്ട് മുടി തല ചെരിച്ച് പിടിക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ, കാരണം അത് വ്യത്യാസം വരും. പിന്നെ നമുക്ക് മനസ്സിൽ കണക്കൂടണം നമുക്ക് എത്ര ലെങ്ത്ത് വേണം എന്നുള്ളത്. ഞാൻ അധികം ലെങ്ത്തിലേക്ക് കുറയ്ക്കണില്ല കേട്ടോ. അപ്പോൾ നല്ലോണം നനച്ച് കൊടുക്കുക മുടി വെട്ടാനായിട്ട്. അപ്പോൾ മുടി വെട്ടുമ്പോൾ നമ്മൾ പാർലറിൽ പോകുമ്പോൾ അതുപോലെ തന്നെയാണല്ലോ ചെയ്യുക. മുടി വെട്ടുമ്പോൾ നനച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ലെങ്ത്ത് കറക്റ്റായിട്ട് വരും, അല്ലെങ്കിൽ കയറി ഇറങ്ങിയൊക്കെ നിൽക്കും. അപ്പോൾ നമ്മളതുപോലെ, പക്ഷേ ഇതിൽ ഇത്തിരി വെള്ളം കുറവുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ഇത്തിരി കൂടി വെള്ളം നമ്മൾ ചേർക്കാം. അപ്പോൾ ഞാനതേ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടിയും ഇതാക്കി കൊടുക്കണം. എന്നിട്ട് നല്ല പോലെ കോമ്പ് ചെയ്തിട്ട് ഇതുപോലെ നിർത്തിയിട്ട് നമ്മളിങ്ങനെ ഈരി വരണം. ഇപ്പോൾ നമ്മൾ മനസ്സിൽ കാണണം നമ്മൾക്ക് എത്ര മുടി കുറയ്ക്കണം എന്ന്. അപ്പോൾ ഞാനിവിടേക്ക് കഴുത്തിൻ്റെ അവിടെ വരെ ഞാൻ ആക്കണുള്ളൂ. അപ്പോൾ അതിനേക്കാളും കുറച്ച് കൂടുതലായിട്ടാണ് ഇപ്പോൾ ഞാൻ വെട്ടണത്. ഇത് ബേസാണ്. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതലായിട്ട് വെട്ടുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിൽ കണക്കൂട്ടിയിട്ട് വേണം ഓരോരുത്തരുടെയും എത്രത്തോളം വെട്ടുന്നുള്ളതനുസരിച്ചിട്ട് വേണം ആദ്യം ബേസ് വെട്ടാനായിട്ട്. മനസ്സിലായി? അപ്പം ഞാനത് കഴുത്തിനേക്കാളും കുറച്ച് കയറിക്കണ രൂപത്തിലാണ് ഞാൻ വെട്ടിയത്. കഴുത്തിനേക്കാളും നല്ല പോലെ കയറിയിട്ടുമില്ല, എന്നാൽ ഒരു ആവറേജിൽ. എന്നിട്ട് അത് വീണ്ടും ഒരുമിച്ച് ചേർത്ത് വീണ്ടും അത് പാർട്ടീഷനിലേക്ക് നമ്മൾ കൊണ്ടുവരിക. പാർട്ടീഷൻ തന്നെ ചെയ്യുക. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അത് വെട്ടാൻ പോകണുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം പാർട്ടീഷൻ ചെയ്തില്ലേ, അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ചെയ്ത് വയ്ക്കാം. അതുപോലെ തന്നെ ചെയ്തിട്ടാണ് ഇനിയാണ് നമ്മൾ അതിൻ്റെ മെയിനായിട്ടുള്ള ആ ഒരു കട്ടിങ്ങിലേക്ക് പോണത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഓരോ സൈഡിൽ നിന്ന് എടുക്കുമ്പോൾ അതിൻ്റെ ഇത് ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നതുള്ള റൈറ്റ് ഭാഗത്തു നിന്നാണ്. അപ്പോൾ നമ്മൾ ഇവളുടെ റൈറ്റ് ഭാഗത്തു നിന്ന് നമ്മൾ പാർട്ടീഷൻ ചെയ്ത മുടിയാണ് എടുത്തിരിക്കുന്നത്. ആ മുടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെട്ടുമ്പോൾ നമ്മൾ ഇത് ലെവലാവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക, നല്ലോണം നനച്ചു കൊടുക്കുക. മറന്നുപോയി ഞാനത്.
അപ്പോൾ നല്ല പോലെ നനച്ച് അത് ക്ലിയർ ആക്കണം. അപ്പോൾ ക്ലിയർ ആക്കിയിട്ട് തന്നെ വെട്ടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ് മാറും. പിന്നെ ഇത് വല്ലാത്തൊരു ഷേപ്പിലേക്കല്ല ഞങ്ങൾ വെട്ടുന്നത്, ഒരു ആവറേജ് ഒരു ഷേപ്പിലാണ് വെട്ടണത്. അപ്പോൾ അധികം തിക്നെസ് ഇല്ല, അധികം തിക്നെസ്സിൽ മുടി കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അധികം വെട്ടിയിട്ടില്ല. എനിക്കൊരു പേടി, എങ്ങാനും കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ആകെ വൃത്തികേടായാലോ എന്നൊരു പേടി. അപ്പോൾ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് എടുക്കുമ്പോൾ, ഇപ്പോൾ ഇവിടെ റൈറ്റിൽ നിന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ആ മുടി നമ്മൾ കൊണ്ടുപോകേണ്ടത് ചെരിച്ച് പിടിക്കേണ്ടത് റൈറ്റിലേക്കാണ്. ഇപ്പോൾ ഇതേ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് കൊണ്ടുവരിക, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കും. അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ കട്ടിങ്ങിൽ ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതാ ഞാനിപ്പോൾ പിടിച്ചിരിക്കുന്നത് റൈറ്റ് ഭാഗത്തെ മുടി ലെഫ്റ്റിലേക്ക് കൊണ്ടുപോയി സൈഡ് ചെരിച്ചിട്ടാണ്, ചരിച്ച് പിടിച്ചിരിക്കുകയാണ് കണ്ടോ ഇതേ. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു മനസ്സിലാക്കണം, രണ്ട് ഭാഗം കണ്ടില്ലേ ഞാൻ ഈ വെച്ചിരിക്കുന്നത്, അത് അപ്പുറത്തും ഇത്ര ലെങ്ത് തന്നെ വരാൻ പാടുള്ളൂ, അല്ലെങ്കിൽ രണ്ട് ലെങ്ത് ആയി പോവും കണ്ടില്ലേ. അത് മനസ്സിൽ നമ്മൾ കണക്ക് കൂട്ടണം, അത്രയും തന്നെ അവിടെ വെട്ടാൻ പാടുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളത് ലെവൽ ചെയ്തിട്ട് ചെരിച്ച് ഒരു ചെരിവ് പോലെ തന്നെയാണ് വെട്ടി വരിക. അങ്ങനെയാണ് വെട്ടി വരുന്നത്. പിന്നെ ഞാനിങ്ങനെയാണ് വെട്ടി നോക്കിയത്, അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡിൽ ഇതുപോലെ നനച്ച് കോംബ് ചെയ്തിട്ട് നമ്മൾ റൈറ്റ് സൈഡിലേക്കാണ് കൊണ്ടുവരിക. കണ്ടില്ലേ ഈ വീഡിയോയിൽ ചെയ്യണ പോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നന്നായിട്ട് തന്നെ വരും ചെയ്യും ഇത് വെട്ടി നോക്കുമ്പോൾ. അപ്പോൾ അത് നമ്മൾ അതേപോലെ തന്നെ, അപ്പോൾ നമ്മൾ മുന്നെടുത്ത ആ ഒരു ലെങ്ത്ത് നമുക്ക് ഓർമ്മ വേണം. കാരണം നമ്മൾ എത്രത്തോളം മുടി നമ്മൾ വെട്ടി എന്നുള്ളത് ആദ്യം, അല്ലെങ്കിൽ രണ്ട് ഷേപ്പായി പോകും. അപ്പോൾ ആ ഒരു ഉദ്ദേശം കണ്ടുകൊണ്ട് വേണം നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട്, കണ്ടില്ലേ ഇത്ര തന്നെയാണ് ഞാൻ ഇപ്പുറത്തും വെട്ടിയത്, അപ്പുറത്തും ഇതുപോലെ തന്നെ. അപ്പോഴാണ് നമുക്ക് ആ ഇതും ഒരേ ലെവലിൽ തന്നെ വരുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ സൂക്ഷിച്ച് കട്ട് ചെയ്യുക. എനിക്കും പേടിയുണ്ടായിരുന്നു, പക്ഷേ പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഫ്രണ്ടിൽ പിന്നെ ലെങ്ത്ത് കുറഞ്ഞ് ആകെ വൃത്തികേടാവല്ലോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ വെട്ടി വന്നപ്പോൾ ഒക്കെ ശരിയായി, അതിൻ്റെ വലിയ പ്രശ്നങ്ങൾ എനിക്ക് തോന്നിയില്ല. ഇത് കണ്ടില്ലേ ഇതുപോലെ വെട്ടി നമുക്ക് ഫ്രണ്ടിൽ കണ്ടില്ലേ ബാങ്ക്സ് കണ്ടില്ലേ. അപ്പോൾ അധികം അത് പോയിട്ടില്ല, അധികം മുടി പോയിട്ടില്ല. ഇതിപ്പോൾ ഈ വീഡിയോയിൽ അങ്ങനെ മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ മോളുടെ മുടി അധികം ഒന്നും പോയിട്ടില്ല, വെട്ടി പോയിട്ടില്ല ഇല്ലേ. ഈ ഒരു ഷേപ്പിൽ വരും. നമ്മളത് കോംബ് ചെയ്ത് വന്ന് പിന്നെ നമ്മളതൊന്ന് ഇപ്പോൾ നനഞ്ഞിരിക്കുകയല്ലേ മുടി, അപ്പോൾ ഒന്ന് ഡ്രൈ ചെയ്തിട്ട് നമുക്കത് കോംബ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഭംഗി മനസ്സിലാവുക. അപ്പോൾ ഞാനത് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ കണ്ടില്ലേ ഓരോ ലെങ്ത്തും നോക്കുമ്പോൾ അറിയാം, ഇതുപോലെ ആയിരിക്കും വരുന്നുണ്ടാവുക അവളുടെ അതും. ഇപ്പോൾ ഇത് മുടി ഇങ്ങനെ വളഞ്ഞ് കിടക്കണതുകൊണ്ട് നമുക്ക് മനസ്സിലാവാത്തത്. ഇനി നമ്മളിതൊന്ന് നനഞ്ഞതൊന്ന് ഉണക്കി ഒന്ന് ഡ്രൈ ചെയ്ത് വന്ന് നമുക്കൊന്ന് കോംബ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൽ ഞാൻ അവളോട് പറഞ്ഞു അതൊന്ന് പോയിട്ട് കോംബ് ചെയ്ത് വരാൻ. അപ്പോൾ ഇതുപോലെ ഇരിക്കും. അപ്പോൾ കണ്ടില്ലേ വേറൊരു ഹൈലൈറ്റ്, ചെറിയൊരു ഹൈലൈറ്റ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ പറ്റും. ഇത് വല്ലാണ്ട് ലെങ്ത്തുള്ള കുട്ടികളുടെ മുടിയൊക്കെ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലുക്ക് ഉണ്ടാവും. അപ്പോൾ നമുക്കെല്ലാവർക്കും വീട്ടിൽ തന്നെ ചെയ്യാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കണ്ടില്ലേ അവളോട് ലാസ്റ്റ് ഇതുപോലെ ഇരിക്കും, ഒരു കർട്ടൻ ഇങ്ങനെ നിൽക്കണ ഒരു ഷേപ്പിൽ കണ്ടില്ലേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.